ഇന്ന് നമ്മൾ അവിൽ ഉപയോഗിച്ചിട്ടൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. ഈ സ്നാക്ക് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് വറുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്നാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അവിലാണ്. ഞാനിപ്പോൾ 1 കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ അവിൽ നമുക്ക് പലതരത്തിലുള്ള അവിലിപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്. നമുക്ക് കനം കുറഞ്ഞ അവിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള അവിലായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കാദ്യം ഈ അവിൽ കഴുകിയെടുക്കാം. ഞാൻ ഈ അവിൽ ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകിയെടുത്തപ്പോൾ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയ പോലെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനെ നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ തന്നെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അവിലൊക്കെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചാൽ തന്നെ നന്നായിട്ട് നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലതുപോലെ അവിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. 2 സ്ലൈസ് ബ്രെഡ് മാത്രം മതിയാവും, ഒരുപാടൊന്നും വേണ്ടി വരില്ല. 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നുറുക്കിയിടാം. അതല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് വെള്ളത്തിട്ട് നനച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. 2 സ്ലൈസ് മാത്രം മതിയാവും കേട്ടോ ബ്രെഡ്, അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം 1 ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതും വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇതിന് എരിവ് കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ അത് മുളക് പൊടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈവച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കരിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർക്കാം. അതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇത് ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈവച്ച് തന്നെയാണ് കുഴച്ചിരിക്കുന്നത്. ഈ കൂട്ട് നല്ല കട്ടിയിലായിരിക്കണം. കുറച്ച് നമുക്കത് നനവ് പോലെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു നനവ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ വെള്ളമൊക്കെ നല്ലതുപോലെ ഡ്രൈ ചെയ്തെടുത്താൽ തന്നെ നല്ലതുപോലെ കട്ടിയായിട്ടിരിക്കും. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ച കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മളൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്ത് വറുത്തെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. നമ്മുടെ കൂട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ടാണുള്ളത്, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ഈ കൂട്ടിലേക്ക് കുറച്ച് നനവ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഓരോ പീസസും എടുത്ത് മാറ്റാം. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് ഇത് സെറ്റായി കിട്ടും. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, ഉടനെ തന്നെ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് എടുത്ത് വറുത്തെടുക്കാം. ഇതേപോലെ ഓരോ പീസസും നമുക്ക് വിടിയിച്ചെടുക്കാം.
ഫ്രിഡ്ജിലൊക്കെ നമ്മൾ വെച്ച് എടുത്താൽ പെട്ടെന്ന് നമുക്കിത് സെറ്റായി കിട്ടും. നല്ല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം വരെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പീസസും എണ്ണയിലിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലൊന്നും ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലായിട്ടുള്ള ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്താൽ മതി. ഒരുപാട് സമയം നമ്മളിത് മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുമ്പോൾ എണ്ണ കുടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ആദ്യം തന്നെ ഈ മാവ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ഇത് വറക്കേണ്ട ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വറുത്തെടുത്താൽ മതി. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. 1 കപ്പ് അവിലിന് നമ്മൾ 2 സ്ലൈസ് ബ്രെഡ് മാത്രം ചേർത്താൽ മതി. അതിൽ കൂടുതൽ ബ്രെഡ് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു മധുരവും എരിവൊക്കെ ചേർന്നിട്ടൊരു ഡിഷാണ്. ബ്രെഡിൻ്റെയൊക്കെ മധുരം കാണാമല്ലോ. നല്ല ക്രിസ്പി ആയിരിക്കും പുറമേ. തണുക്കുമ്പോൾ അത്രയും ക്രിസ്പി ആയിരിക്കില്ല. ചൂടോട് കഴിച്ചാലേ നല്ല ക്രിസ്പി ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്